ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവരുടെ പേരമകനുമായ സയ്യിദ് റഫീഖ് അസ്സഖാഫ് പ്രാർത്ഥനാ സമ്മേളന ഖിറാഅത്തിന് നേതൃത്വം നൽകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ലൗ أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة. هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز. المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. شكرا جزيلا. الآن في هذا المؤتمر سيقوم بالدعاء قائد العلماء والأشراف بالحلم السيد علي بافقيه. പ്രാർത്ഥന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥനകൾ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. ആദരണീയരായ നേതൃത്വം സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس അഭിനന്ദനായ ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവറുകൾ വിവിധ നേതാക്കൾ ഉലമാക്കൾ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കുറച്ച് തസ്ബീഹില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. കസേരയുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും ഒന്നിച്ച് ഈ രാവിലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. اللهم إنك عفو تحب العفو فاعف عني. 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 اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. പ്രിയപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, നമ്മുടെ മഹത്തായ ദുആ സമ്മേളനം ആരംഭിക്കുകയാണ്. മഹാനായ പാകിസ്ഥാനി നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ അമീനുശരിയ നേതൃത്വം സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകുന്നു. മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, മഹാനായ റഈസുൽ ഉലമ, മഹത്തുക്കളായ പണ്ഡിത നേതൃത്വം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. റോഡ് സൈഡുകളിലും മറ്റ് പലയിടങ്ങളിലുമുള്ള മുഅ്മിനീങ്ങൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലരും പരിസരത്തെ പള്ളികളിലുള്ളു. എല്ലാവരും പള്ളിയുടെ അകത്ത് അത് പരമാവധി ഉള്ള ഗ്രൗണ്ടിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഇന്ന് ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ജീവിതത്തിൽ കിട്ടുന്ന ഒരു വർഷത്തെ 355 ദിവസങ്ങളിൽ
ഒരു വർഷം ഒരു രാവ്, ലൈലത്തുൽ ഖദ്ർ രാവ്, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാത്രി, മഹത്വങ്ങളുടെ രാത്രി, പുണ്യങ്ങളുടെ രാത്രി. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി അള്ളാഹുവിനെ നീക്കിവെക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്യുക. ഇൻഷാ അള്ളാഹ് മഹാനായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഹഫിളഹുല്ലാഹ് വറഅഹ് ദുആക്ക് നേതൃത്വം നൽകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി യാ റബ്ബനാ ലക്കൽ ഹംദ് കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعده هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا محمد صلى الله عليه وسلم وإلى أرواح سائر الأنبياء والمرسلين وإلى أرواح أصحاب البدريين والأحديين والحنينيين والخندقيين وسائر الصحابة والكرامة كلهم أجمعين وإلى أرواح سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا رضوان الله تعالى عن كل واحد منهم أجمعين. മഹാനായ ആബിദീൻ ബാഫക്കി തങ്ങൾ, മഹാനായ സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കുഹ തങ്ങൾ, അവരുടെ മക്കൾ അബ്ദുർ റഷീദ് ശിഹാബ്, അൻവർ ശിഹാബ് തങ്ങൾ, വന്ന് ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, മറ്റ് TSK ബുഖാരി തങ്ങൾ, സയ്യിദ് ഫളുൽ ജമൽ തങ്ങൾ, സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ഫളുൽ ജമൽ തങ്ങളുടെ മകൻ സയ്യിദ് സ്വാലിഹ് തങ്ങൾ, ധാരാളം സാദാത്തുക്കൾ നമ്മോട് വിട പറഞ്ഞു. എല്ലാവരും ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനായ ചെറിയ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിത മഹത്തുക്കൾ നമ്മോട് വിട പറഞ്ഞു. എല്ലാവരും ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഇലാ ഹദ്റത്ത് നബിയിന വ ഹബീബിന വ ശഫീനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم إلى حضرات أرواح جميع الأنبياء والأولياء وأهل الخير كلهم وإلى حضرات أرواح من ماتوا منا. 41 കൊല്ലം സ്വലാത്ത് തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ വന്നവരിൽ മരിച്ച മുഴുവൻ ആളുകളെയും നിങ്ങൾ കരുതണം. ഒറ്റ സ്വലാത്തും മുടക്കാതെ പതിവായി വന്ന ആയിരങ്ങൾ ഇന്ന് മക്ബറകളിലാണ്. ആ ഖബറുകൾ എല്ലാവരിലേക്കും ഇവിടെ നിന്ന് നടക്കുന്ന പ്രതിഫലങ്ങൾ എത്തണം. ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم
لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ മഹാന്മാരായ ആലിമീങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ദുയൂഫുകൾ ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ മറ്റു സഹോദരങ്ങളെ മഹാനായ ബദർ സദാത്ത് അസ്സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി
തങ്ങളുടെ വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിക്കുക വലിയൊരു മഹൽ സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനം മഅ്ദിൻ. എല്ലാ ഖൈറിൻ്റെയും ഉറവിടമായി തന്നെ അല്ലാഹു ഈ സ്ഥാപനത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. കാലങ്ങളായി പരിശുദ്ധ റമദാനിന്റെ 27-ാം രാവിൽ വിപുലമായ രീതിയിൽ ഈ പരിപാടി നടന്നു വരുന്നു. നാമൊക്കെ ഇതിൽ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് ഇതൊരു വലിയ ദുആ മജ്ലിസാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നത് കൂടുതൽ അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇജാബത്ത് നമുക്ക് ലഭിക്കാൻ സാധ്യത ഉള്ള സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നാം മുതലെടുക്കണമല്ലോ. അതിൽ ഒരു പ്രധാന സമയമാണ് ഇന്ന് നാം ഒക്കെ ഒരുമിച്ച് കൂടിയ ഈ ദിവസം. ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, മാ യഅ്ബഉ ബിക്കും റബ്ബി, നിങ്ങളെ കൊണ്ട് എൻ്റെ റബ്ബ് വലവെക്കില്ല. നിങ്ങൾ കുറെ ഇബാദത്ത് ചെയ്തു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, പക്ഷേ അതുകൊണ്ടൊന്നും അതിന് വലിയ പ്രതിഫലം ലഭിക്കും, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം എന്നാരും കണക്ക് കൂട്ടണ്ട. എൻ്റെ അരികിൽ പ്രധാനമുള്ളത് നിങ്ങളുടെ യാചനയാണ്, ദുആയാണ്. അതുകൊണ്ടാണ് മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളെങ്ങാനും ദുആ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത സംഗതികളൊന്നും റബ്ബ് വരവെക്കില്ല. കാരണം റബ്ബ് ഇങ്ങോട്ട് തന്ന നിഅമത്തുകളെ ചേർത്തി നോക്കുമ്പോൾ ഒരു ലെവലേശമില്ല നാം ചെയ്ത ഇബാദത്തെല്ലാം കൂടി കൂട്ടിയാൽ. ഒന്നാമതായി ആ ഇബാദത്തുകളിലൊക്കെ ന്യൂനതകളും കുറവുകളും കുറ്റങ്ങളും ഒരുപാടുണ്ടാകും. അല്ലാഹുവിൻ്റെ മഹാന്മാരായ മലായിക്കത്ത് അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തള്ളപ്പെടേണ്ട ഇബാദത്താണ്. അതേപോലെ തന്നെ കുറെ നിബന്ധനകൾ ചേരൻ്റെ അടുത്ത് അതെല്ലാം ചേർന്നില്ല എന്ന് വരാം. പല കാരണങ്ങളെ കൊണ്ട് നിങ്ങളെ ഇബാദത്ത് അല്ലാഹു കണക്കിലെടുത്തോളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഇബാദത്തിലൊക്കെ പ്രധാനമല്ല കൽപ്പിക്കുന്ന നിങ്ങളെ ദുആയാണ്. അതുകൊണ്ടാണ് ഏത് ഇബാദത്തിൻ്റെയും യഥാർത്ഥമായ അതിൻ്റെ മുഖ് കിടക്കുന്ന ആ ദുആയാണ്. ഏത് ഇബാദത്തിലും ദുആ അവിടെ കിടക്കുന്നുണ്ട്. ആ ദുആയാണ് അല്ലാഹു തആല നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ, മനസ്സ് പൊട്ടി അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു തആല അത് വെറുതെ ആക്കില്ല. പ്രത്യേകിച്ച് വലിയ മഹത്വങ്ങൾ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി അവർ മുന്നിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ നാം അതിനെ ആമീൻ പറയുകയാണ്. ആ ആമീൻ അല്ലാഹു തആല ദുആയായി പരിഗണിക്കും. അങ്ങനല്ലേ?
അല്ലാഹുമ്മ ശ്ഫി റബ്ബേ പൊന്ന ഉസ്താദിൻ്റെ എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാ, തീർത്തും നീ ശിഫയാക്കണേ അല്ലാ, പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘകാലം ഈ സമൂഹത്തിന് നേതൃത്വം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. മഹാനായ സമസ്തകളുടെ ജമിയത്തുലുലമായുടെ അജയ്യനായ പ്രസിഡന്റ്, ഈ ശക്തിസാസിൻ്റെ അമരക്കാരൻ, ഈ ഗ്രൗണ്ടുകളെല്ലാം നമ്മിലേക്ക് എത്തിച്ചേരാൻ മഹാനുള്ള ദുആകളാണ്, പ്രാർത്ഥനകളാണ്. റഈസുൽ ഉലമ ശൈഖ് സുലൈമാൻ ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أصحاب السعادة والسماحة، أيها الحفل الكريم، نحن تشرفنا في هذا المجلس المبارك وفي هذه الليلة المباركة فضيلة من ضيفنا الفاضل فضيلة الدكتور الشيخ أحمد عواد الكبيسي حفظه الله ورعاه من العراق، وهو أستاذ قسم الحديث في كلية الإمام الأعظم ببغداد. نرحب به ترحيبا حارا من أعماق قلوبنا. الحين ضيفنا الفاضل فضيلة الدكتور أحمد عواد الكبيسي سيلقي إلينا بعض الكلمات، فليتفضل مشكورا. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. وكأني بملائكة الرحمن تحف هذا المجلس، لست أنا من يقول هذا، وإنما يقوله رسول الله صلى الله عليه وسلم: ما اجتمع قوم في بيت من بيوت الله يذكرون الله إلا غشيتهم الرحمة وحفتهم الملائكة ونزلت عليهم السكينة وذكرهم الله في من عنده. فهنيئا لكم، هنيئا لكم بهذا اللقاء، هنيئا لكم بهذا الاجتماع، هنيئا لكم وأنتم تلتقون على ذكر الله وعلى حب الله وعلى طاعة الله وفي بيت من بيوت الله وفي ليلة مباركة هي. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോക പണ്ഡിതന്മാരിൽ ചെറുപ്പകാലം തൊട്ട് ഇക്കാലം അത്രയും ഒരു ദിവസം പോലും ദർസ് മുടക്കാത്ത, ഒരു ക്ലാസ് പോലും മുടക്കാത്ത, രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് പോലും ഡോക്ടർ വിശ്രമിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ സഹീഹുൽ ബുഖാരി ദർസ് മുടക്കുകയില്ലെന്ന് പറഞ്ഞ ഇന്ന് അങ്ങനെ ഒരു പണ്ഡിത മഹാത്മാക്കളെ ലോകത്ത് കാണാൻ നന്നേ കുറവായിരിക്കും. ധാരാളം മഹത്തുക്കളായ ഉലമാക്കളെ, അഹ്സനികളായ പണ്ഡിതന്മാരെ ലോകത്തിന് സമ്മാനിച്ച, ഇന്ന് ലോകതലത്തിലുള്ള പണ്ഡിത നേതൃത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാനായ ആലിമുൽ അല്ലാമ അശ്ശൈഖുൽ ഫാളിൽ, മഹാനായ റഈസുൽ ഉലമ ശൈഖുനാ സുലൈമാൻ ഉസ്താദ് നമുക്ക് ഇൻഷാ അല്ലാഹ് വിലപ്പെട്ട അധ്യക്ഷ പ്രഭാഷണം നൽകുന്നു. ശേഷം ഹദ്ദാദിൻ്റെ ദുആക്ക് മഹാനുള്ള നേതൃത്വം നൽകുന്നു. ഹദ്ദാദിൻ്റെ ഇജാസത്ത് മഹാനുള്ള എല്ലാവർക്കും നൽകുന്നു. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد
فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا. പ്രിയമുള്ള സാദാത്തുക്കളെ, സഭ ഭംഗിയാക്കിയ സുന്നി മുസ്ലിം സ്നേഹിതന്മാരെ, ഇത്തരം രാവുകളിൽ ഇങ്ങനത്തെ ഒരു സഭ കൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്ത് ഇങ്ങനെ നടന്നിട്ട് നോക്കുകയാണ്. ഇവിടെ ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ എന്ത് ചോദിക്കണ്ട്? ഇവർ സ്വർഗം ചോദിക്കണ്ട്. അവർ കണ്ടിക്കണോ? കണ്ടിട്ടില്ല. കണ്ടാലോ അതിലേറെ നരകത്തിനോട് കാവലിന് തേടുന്നുണ്ട്. ശരി, ഒയ്ക്കൊക്കെ ഞാൻ പുറത്ത് കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഞാൻ പുറത്ത്. അപ്പം പറയും പിന്നെ ഒരാൾ ഈ പെടാത്ത ഒരാളുണ്ട്, അയാൾ എപ്പോഴും നല്ല കാര്യങ്ങളും ചെയ്യലില്ല, അയാൾ ഇന്ന് സഭയിൽ വന്നു കൂടിയതാണ്. അപ്പം അല്ലാഹു തആല പറഞ്ഞ് അവനും ഞാൻ പുറത്തു. ഉമ്മൽ കൗമു ലായിസ്ക ജലീസുഹും, ആ കൗമിൻ്റെ കൂട്ടത്ത് കൂടിയാൽ ആ കൂടിയവരും പരാജയപ്പെടുകയില്ല, അവർക്കും ഞാൻ പുറത്തു കൊടുത്ത് എന്ന് പറഞ്ഞ സഭയാണിത്. അപ്പോൾ അങ്ങനത്തെ സഭ ഇവിടെ സംഘടിപ്പിച്ചത് മഹാനായ ബദറുൽ സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ തവല്ലല്ലാഹു അംറ മഹാനവറുകൾ ഈ സഭ സംഘടിപ്പിച്ചത് നമുക്ക് വലിയൊരു ഈ ദിവസത്തിൽ ഈ സഭ സംഘടിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും ഒരു നന്ദി പറയേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഭയിൽ കൂടലുകൊണ്ട് ഈ പെട്ടിട്ടില്ലെങ്കിലും അല്ലാഹു തആല പൊറുക്കുമെന്ന് പറഞ്ഞല്ലോ. അതിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും കൂട്ടിത്തരട്ടെ. എന്ത് ഒന്നും ഇല്ലാത്ത ആളുകളും വന്നാൽ അവന് ഞാൻ പുറത്ത് എന്ന് അല്ലാഹു തആല പറഞ്ഞൊരു സഭയുണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഈ സലാത്ത് നഗർ എന്ന് പറഞ്ഞ ഈ നഗറിൻ്റെ കീഴിൽ ഇസ്ലാമിയായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ വിജയിക്കാൻ വേണ്ടി വേണ്ടുന്ന സേവനങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണം എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ പല വേദിയിൽ പഠിപ്പിക്കണ ഭാഗങ്ങൾ പലയിടത്തുണ്ട്, ഇതിൻ്റെ ശാഖകൾ. അതെല്ലാം വിജയിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൈവനുസരിച്ച് സഹായിക്കണം എന്ന് മാത്രം പറയാണ്. ഒരാൾ മരിച്ചാൽ 3 കാര്യം ബാക്കിയാവുള്ളൂ. ഒന്നേതാ? സദഖത്തുൻ ജാരിയ, പിന്നെ ഇൽമുൻ യന്തഫഉ വലദുൻ സാരി, ഇതൊക്കെ ഉണ്ടാകണം. അപ്പോൾ സദഖത്തുൻ ജാരിയാണ് ഇത്തരം വിഷയത്തിലേക്ക് വഖഫെടുത്താൽ. അപ്പോൾ അത് നടക്കുന്ന കാലത്തൊക്കെ അവന് ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ പ്രതിഫലം. അപ്പോൾ എന്ന മക്കൾ സന്താനങ്ങൾ നന്നായാൽ തന്നെ ആ മക്കളുണ്ടായ കാലത്തൊക്കെ ഈ ഉമ്മ പാപ്പാമാർക്ക് ആ കുട്ടികളെ കൊണ്ട് നേട്ടം കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു വിഷയമാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നമ്മളെ മക്കളെ നന്നാകാൻ നോക്കണം. എന്നാൽ ഏതുണ്ടാവും, നമ്മൾ മരിച്ചു പോയാലും നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കും. മഹാനായ ബഹറുലും ഓക്കെ ഉസ്താദ് മഹാനാവറുകൾ അങ്ങനെയാണ്. മൂപ്പരെ എല്ലാ വിഷയങ്ങളും അവന് പിന്നെ 3 കാര്യങ്ങളും ഒന്നിച്ചു കൂടി ആളാണ് മഹാനാവറുകൾ. അവർക്ക് ഏതുണ്ട്? ഇൽമുൻ യന്തഫഉ ഉണ്ട്. അവരെ ഈ ഞാൻ കൂടുതൽ പറഞ്ഞില്ല. അസ്സലാമു അലൈക്കും. എല്ലാവരും ദ്വാരക്കണം, നല്ല ദിവസമാണല്ലോ. അപ്പോൾ എല്ലാവരും ദ്വാരക്കുക. അസ്സലാമു അലൈക്കും. അതാത് മഹാനായ ശംസുൽ ഉലമ ഖുത്ബി തങ്ങളാണ് എനിക്ക് അതാത് തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞ് അതാത് ചെല്ലലുണ്ട് ചോദിച്ച്. എപ്പോഴെങ്കിലുമൊക്കെ ചെല്ലും ഉസ്താദിൻ്റെ കൂടെ. അതുപോലെ അതാത്
മുബ്തദീനിക്കും മുത്തവസ്സിദിനിക്കും മുന്തഹിക്കും എല്ലാവർക്കും അത്യാവശ്യമാണ് എത്താതെ അത് ദായിമായി ചെല്ലന്നെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബുക്ക് വന്ന് അതാ ആ വീടിൽ നിന്ന് ഒരു വായ കടലാസ് വായിക്കോ അത് പകർത്തോ എന്ന് പറഞ്ഞിട്ട് ഉപരി എഴുതാൻ പറഞ്ഞ് അങ്ങനെ തന്നതാണ് എത്താത് കുത്തുബി തങ്ങളെത്താതാണ് ഞാൻ ചെല്ലലുണ്ട്. ആ എത്താതിൻ്റെ ചില നുസ്കിയിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന കുറേ എത്താദികളൊക്കെ മഹാനായ പുതിയാപ്പിളവയ്ക്ക് വന്ന എത്താദികളുണ്ട്. ഇത് കുത്തുബിക്ക് ഞാൻ ചെല്ലുക എത്താതി അതിൻ്റെ ദ്വായാണ് ഇപ്പം ദ്വാരക്കണേ. اللهم صل على يا رب الأرباب عبدك فقيرك على الباب أتى وقد بت الأسباب مستدركا بعد الأعمال يا ربي إني أسألك العفو عني ولم يخب فيك ظني يا مالك الملك يا وال يا ربي يا خير كافي واحلل علينا العوافي وليس شيء ثم خافي عليك تفسير وإجمال قد استعنتك ربي على مداواة قلبي وحل عقدة كربي وانظر إلى الغم ينجال يا ربي أنت نصيري فلقنا كل خير واجعل جنانك مسيري واختم بالإيمان الآجال يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا حي يا قيوم أحيي القلوب تحيا وأسر لنا الأعمال في الدين والدنيا يا حي يا قيوم أحيي القلوب تحيا وأسر لنا الأعمال في الدين والدنيا يا حي يا قيوم أحيي القلوب تحيا وأسر لنا الأعمال في الدين والدنيا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. The day 27th Ramadan, Madin Prayer and Peace Conference. We are waiting the Grand Mufti of India. സുവർണ ദശകങ്ങളിൽ കരുത്തും കരുതലുമായി ദൈക്ഷണികതയുടെയും നവോത്ഥാനത്തിൻ്റെയും ലോക മുസ്ലിം വിളംബരങ്ങൾക്ക് രാജകീയ പ്രതാപം നൽകിയ ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ സുൽത്താനുൽ ഉലമ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് العنوان العالمي لمسلمي الهند النموذج العظيم للعلماء والدعاة ഇതാ വരുന്നു ഹയാത്തിലുള്ളൊരു സുൽത്താനുൽ ഹിന്ദ് ഹഠാദാകർഷിക്കും പൂങ്കമറിൽ പാടാം ചിന്ത് ഇതാ വരുന്നു ഹയാത്തിലുള്ളൊരു സുൽത്താനുൽ ഹിന്ദ് ഹഠാദാകർഷിക്കും പൂങ്കമറിൽ പാടാം ചിന്ത് അഹ്ലുൽ ബൈത്തിലെ പൗർണമി ഭൂവിലിറങ്ങി അഹ്ലുൽ ബൈത്തിലെ പൗർണമി ഭൂവിലിറങ്ങി കാലത്തിൻ സുൽത്താനെ പുണരാൻ വിങ്ങി കാലത്തിൻ സുൽത്താനെ പുണരാൻ വിങ്ങി ഒരു ചെറു പൈതലിൻ ഭാവം കാട്ടി കമറിൽ ഹുബ്ബിൻ കൈ നീട്ടി ഒരു ചെറു പൈതലിൻ ഭാവം കാട്ടി കമറിൽ ഹുബ്ബിൻ കൈ നീട്ടി അഹ്ലൻ യാ ഖമറ സമാൻ അഹ്ലൻ സഹ്ലൻ യാ സുൽത്താൻ അഹ്ലൻ യാ ഖമറ സമാൻ അഹ്ലൻ
സഹ്ലൻ യാ സുൽത്താൻ അഹ്ലൻ സഹ്ലൻ യാ സുൽത്താൻ ഇതാ വരുന്നു ഹയാത്തിലുള്ളൊരു സുൽത്താനുൽ ഹിന്ദ് ഹടാതാകർഷിക്കും പൂങ്കമരിൽ പാടാം ചിന്ത് ഇതാ വരുന്നു ഹയാത്തിലുള്ളൊരു സുൽത്താനുൽ ഹിന്ദ് ഹടാതാകർഷിക്കും പൂങ്കമരിൽ പാടാം ചിന്ത് താരസമാന പണ്ഡിത ശ്രേഷ്ഠർ വശ്യത സുറുമയണിഞ്ഞ് താരസമാന പണ്ഡിത ശ്രേഷ്ഠർ വശ്യത സുറുമയണിഞ്ഞ് താരരാജാവേ വരവേൽക്കാൻ കൺകൾ ഈറനണിഞ്ഞ് താരരാജാവേ വരവേൽക്കാൻ കൺകൾ ഈറനണിഞ്ഞ് ബദറും ഖമറും ചേർന്നിരിക്കും സുന്ദര സുരവിലരാവ് ഖദറിൻ രാവിൽ ഖമറിൻ സന്നിധി കുളിരണിയും നീവാദി അഹ്ലൻ യാ ഖമർ സമാൻ അഹ്ലൻ സഹ്ലൻ യാ സുൽത്താൻ അഹ്ലൻ യാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇത്രയും വലിയ സന്തോഷം മുസ്ലിം ലോകം മുഴുവനും തീരാ ദുഃഖത്തിലായി. മഹാനായ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് അല്പം വിശ്രമത്തിലായപ്പോൾ ജനലക്ഷങ്ങൾ ലോകമെമ്പാടുമുള്ള ലോകപ്രശസ്തരായ അറബി പണ്ഡിത മഹത്തുക്കൾ പരിശുദ്ധമായ കഅബയിലും മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിലും ലോകമെമ്പാടും മനമുരുകി ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, മഹാനവകൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങളിലേക്ക് വന്ന് എല്ലാ നിലക്കും മഹത്താൻ ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പ്രായാധിക്യത്തിലും തളരാതെ മനസ്സിന് ഹിമ്മത്തിൻ്റെ ഒരു കോട്ടവും സംഭവിക്കാതെ അതുപോലെ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ അല്ലാഹ് ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വലിയൊരു മഹാസംഭവം ഇന്നിവിടെ നടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായിരുന്ന ഈ സദസ്സിൻ്റെ സർവസ്വമായിരുന്ന ലോക പണ്ഡിതൽ പ്രമുഖരായ താജുൽ ഉലമ അസി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇന്നും അവർ അത് എല്ലാം അവരെ മറന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. മഹാനവറുകളെ ലോകതലത്തിൽ പരിചയപ്പെടുത്തണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടെ കനപ്പെട്ട ഇംഗ്ലീഷിൽ മഹാനവരുടെ ചരിത്രം, ജീവചരിത്രം ഇൻഷാ അല്ലാഹ് ഇന്നിവിടുന്ന് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ അനുഗ്രഹീത കരങ്ങളാൽ പ്രകാശിതമാവുകയാണ്. വളരെ ശ്രദ്ധേയമായ, വളരെ പഠനാർഹമായ ഈ ഇംഗ്ലീഷ് ഗ്രന്ഥം പുറത്തിറക്കുന്നതിന് 8 ലക്ഷത്തിലേറെ രൂപ ചിലവുണ്ട്. അതിൻ്റെ ഫുൾ ചെലവ് ഏറ്റെടുത്തത് സുഫ പബ്ലിക്കേഷൻ മംഗലാപുരത്ത് അമീൻ ഹാജി ഇന്ന് വരാൻ വളരെ ആഗ്രഹിച്ചതായിരുന്നു. വാപ്പക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് വാപ്പ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. 8 ലക്ഷത്തോളം രൂപ നന്നായി പഠിച്ച് അതിനെക്കുറിച്ച് നന്നായി എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ താജുൽ ഉലമയോടുകൂടെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ജീവിച്ച് എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള അനുഭവങ്ങൾ ഇതിൽ എഴുതി ഇൻഷാ അല്ലാഹ് അതാണ് ഇവിടെ നിന്ന് പ്രകാശനം നടക്കുന്നത്. നമ്മുടെ നേതൃത്വം എല്ലാവരും ചേർന്നു ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം തന്നെ അറബിയിൽ ഒന്ന് പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിവർത്തനം മലയാള ഭാഷയിലും അതുപോലെ തന്നെ ഉറുദുവിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കന്നഡ ഭാഷയിലും അങ്ങനെ ലോകതലത്തിൽ താജുൽ ഉലമയോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനവരുടെ പ്രിയ പത്നി മരണപ്പെട്ടത് റബീഉൽ അവ്വൽ ഈ റംളാൻ 21-ാം രാവിലാണ്. അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ പ്രകാശന കടമമാണ് ആദ്യമായി ഇവിടെ നടക്കുന്നത്. അതിന് വസ്തുക്കളായ ഉലമാക്കൾ എല്ലാവരെയും ബഹുമാന പുരസ്സരം എല്ലാവരും അത് പിടിച്ചു നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ കനപ്പെട്ട ഗ്രന്ഥമാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യക്കാർ കൗണ്ടറിൽ ചോദിച്ചാൽ ഇവിടെ വിൽപ്പന ഇപ്പോൾ നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കൗണ്ടറിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അത് ലഭിക്കുന്നതാണ് എന്നുണർ. അറിവിന്റെ പ്രഭാവം, ആത്മീയതയുടെ വെളിച്ചം, നേതൃവസന്തം, ആധികാരികവും ജൈവികവുമായ നവോത്ഥാന പ്രയോഗങ്ങൾക്ക്, പ്രൗഢമായ ചരിത്രവിശേഷങ്ങൾക്ക് ലോകം ചേർത്തുവെച്ച പേരാണ്
താജുൽ ഉലമ. ഈ ജനമഹാസാഗരത്തിന്റെ പ്രൗഢിയിൽ മറ്റൊരു ചരിത്രത്തിന് പ്രാർത്ഥന സമ്മേളന നഗരി സാക്ഷ്യമാവുകയാണ്. താജുൽ ഉലമ, ദി ക്രൗൺ എമിനൻസ്. ജീവിത വഴികളിൽ നിഴലായി പരന്നൊഴുകിയ ഗുരുവര്യർ ഷെയ്ഖ് ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങളുസ്താദരുടെ സമഗ്രമായ രചനാ വൈഭവത്തിൽ ജീവിതാനുഭവങ്ങളിൽ നിന്നും കാലം കാത്തിരുന്ന സുവർണാധ്യായങ്ങൾ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ ജീവചരിത്രം ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിൽ ലോകോത്തര സാഹിത്യ ഭാഷയിൽ പ്രകാശനമാകുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ സുന്നി പ്രസ്ഥാനത്തിനു വേണ്ടി സമർപ്പിച്ച കിരീടമണിഞ്ഞ നായകരുടെ ജീവചരിത ഗ്രന്ഥം മുസ്ലിം ഉമ്മത്തിന്റെ ജ്ഞാന സാംസ്കാരിക രാഷ്ട്രീയ ആത്മീയ വ്യവഹാരങ്ങൾക്ക് കരുത്തും കരുതലുമായി നേതൃത്വമേകിയ ഉജ്ജ്വല ഗുരു താജുൽ ഉലമ. കിരീടമണിഞ്ഞ ജനനായകരുടെ രാജകീയ ചരിത്രങ്ങൾക്ക് ആധികാരികവും സമഗ്രവുമായ സമർപ്പണം മികവുറ്റ ഉള്ളടക്കത്തോടെ അന്തർദേശീയ നിലവാരത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എപ്പിസ്റ്റമിക് ബ്രേക്സുമായി സഹകരിച്ച് മംഗലാപുരം അസുഫ ഫൗണ്ടേഷൻ പ്രസാദനം നിർവഹിക്കുന്ന അമൂല്യ ഗ്രന്ഥം താജുൽ ഉലമ, ദി ക്രൗൺ എമിനൻസ്. താജുൽ ഉലമ. താജുൽ ഉലമ, ദി ക്രൗൺ എമിനൻസ് വിശ്വഗ്രന്ഥം അഭിമന്യരായ സുൽത്താനുൽ ഉലമ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് കാന്തപുരം ഉസ്താദവറുകളുടെ കരങ്ങളിൽ കൊണ്ട് മറ്റു ഉലമാക്കളുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ സമ്മേളന നഗരിയിൽ പ്രകാശനമാകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മറ്റൊരു സംരംഭത്തിനും കൂടി സാക്ഷിയാവുകയാണ്. മഅദിൻ ഫാമിലി ആപ്പ്. നിങ്ങൾക്ക് ധാരാളം ആപ്ലിക്കേഷൻ ആപ്പുകൾ അറിയാം. എന്നാൽ പ്രാസ്ഥാനിക രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്നത് 1 മില്യൺ ആളുകളിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് വളരെ കൂടുതൽ കാലം 2 വർഷത്തോളം കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ മുമ്പിൽ ഇസ്മായിൽ കക്കാട് മഅദിൻ നാഷണൽ UA കമ്മിറ്റി ജനറൽ സെക്രട്ടറി തീവ്രാധ്വാനം നൽകി നല്ല സോഫ്റ്റ്വെയർ കമ്പനിയുടെയും മറ്റ് മഅദിൻ എക്കികളുടെയും ഒക്കെ കഠിനാധ്വാനത്തിലൂടെ ഇൻഷാ അല്ലാഹ് 1 മില്യൺ ആളുകളിലേക്ക് മഅദിൻ്റെ അഡ്മിഷനുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താവശ്യങ്ങൾ വന്നാലും അതെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഇൻഷാ അല്ലാഹ്. അതും സുൽത്താനുൽ ഉലമയുടെ അനുഗ്രഹീത കരങ്ങളാൽ ഇൻഷാ അല്ലാഹ് പ്രകാശിതമായി മഹാനായ സുൽത്താനുൽ ഉലമയുടെ നസീഹത്ത് നടക്കുകയാണ്. ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രസ്ഥാനത്തിനെല്ലാമായ മഹാനായ കുട്ടൂർ അബ്ദുൽ റഹ്മാൻ ഹാജി എല്ലാ സദസ്സുകളിലും വരാറുണ്ട്. ഇന്ന് വരാൻ കഴിയാത്തത് വിശ്രമത്തിലാണ്. ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, തീർത്തും നീ ശിഫയാക്കണേ അല്ലാഹ്, തീർത്തും നീ ശിഫയാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് 1 മില്യൺ ആളുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവരുടെ വിലപ്പെട്ട നസീഹത്തും ഇജാസത്തും ദുആകളുമാണ് ഇനി നടക്കാനിരിക്കുന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹ് ആത്മൽ ദീർഘകാലം ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്, തൗഫീക്ക് നൽകണേ അല്ലാഹ്. അവിടെ ഇനിയും ദീർഘകാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ ഹിമ്മത്തും ആഫിയത്തും റാഹത്തും നീ ഏറ്റി നൽകണേ അല്ലാഹ്. റബ്ബ് എല്ലാ ക്ഷീണവും തളർച്ചയും മാറ്റി ഒരാളെയും 1 സെക്കൻഡ് പോലും ഒരു നിലക്കും ആശ്രയിക്കാതെ മുമ്പത്തെക്കാളുപരി ആവേശത്തോടെ ആരോഗ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ നേതൃത്വം നൽകാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആമീൻ. വേൾഡ് മുസ്ലിം അസംബ്ലിയുടെ അനിശ്ചിത നായികർ സുവർണ ദശകങ്ങളിൽ
കരുത്തും കരുതലുമായി ദൈശനികതയുടെയും ദബോത്ഥാനത്തിൻ്റെയും ലോക മുസ്ലിം വിളംബരങ്ങൾക്ക് രാജകീയ പ്രതാപം നൽകിയ ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ പ്രാർത്ഥനാ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു. സാദരം സ്വാഗതം. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റത്തി വസ്സാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദുദ് ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ولا حول ولا قوة إلا بالله العلي العظيم بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم حتى مطلع الفجر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وما الله سيد علي البافقي وهو الفتاح سيد الصلاة إبراهيم خليل فقل مسجد السادات فقل علماء പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഇവിടെ ഒരു സുദീർഘ പ്രസംഗം ചെയ്യാൻ വന്നതല്ല. പക്ഷെ ഇങ്ങനെയൊരു മജ്ലിസ്, ഇത്രയും വലിയ മജ്ലിസ് നോമ്പ് നോറ്റ മുഅ്മിനീങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ ഇവിടെ അല്ലാതെ എവിടെയും കാണുന്നില്ല. അത്രയും വലിയ ഒരു മജ്ലിസ് ലൈലത്തുൽ ഖദ്ർ ആവാൻ കൂടുതൽ സാധ്യതയുള്ള 27-ാം രാവ് ഒരുമിച്ച് കൂടിയപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ദുആ എനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാൻ ആസ്പത്രിയിൽ കിടന്ന് മടങ്ങി വന്നപ്പോൾ ഒരു ഷെയ്ഖ്, കേരളത്തിലല്ല, കേരളത്തിൻ്റെ പുറത്ത്, അവർ വിളിച്ചിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളെല്ലാം പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഖളാ മാറ്റി എഴുതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് 2 തരത്തിലുള്ള ഖളാ ഉണ്ട്. ഒന്ന് അൽ ഖളാ ഉൽ മുബറം, ഒരിക്കലും മാറ്റാത്ത, ഒരിക്കലും വ്യത്യാസം വരുത്താത്ത ഒരു ഖളാ. അത് എന്തായാലും അള്ളാഹു തആല മാറ്റില്ല. മറ്റൊരു ഖളാ
മുഅല്ലഖായ ഖളാ എന്ന് പറയും. മുഅ്മിനീങ്ങളുടെ ദുആയും മുഅ്മിനീങ്ങളുടെ പ്രവർത്തനവും ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി അല്ലാഹു തആല അവൻ്റെ സാബിഖായ ഈ മുഅല്ലഖായ ഖളാ മാറ്റി മുബറമായ ഖളാ മാത്രം നിലനിർത്തുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടുന്നിപ്പോൾ ചെയ്യേണ്ടത് ഒന്നാമതായി നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം, നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ നടത്താനും നമ്മുടെ ദർസും മദ്രസയും പള്ളികളും നിലനിർത്താനും വേണ്ട വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രത്യേകമായി ദ്വാരക്കേണ്ടത്. നമുക്ക് ഈ പരിപാടി നിർത്താൻ പറ്റില്ല. നമുക്ക് പള്ളികളുണ്ടാക്കുകയും മദ്രസകളുണ്ടാക്കുകയും സ്ഥാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഈ മഹത്തായ പദ്ധതി ഒരിക്കലും നിന്നു പോകാൻ പാടില്ല. ആ നിലക്ക് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ രാജ്യത്ത് പരിശുദ്ധ ദീനിന്റെ ശിആർ നിലനിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുവദിച്ച സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ എല്ലാ കാലത്തും ഉണ്ടാവണം. അതിനാണ് നമ്മൾ പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത്. മറ്റൊന്ന്, നമ്മളെ ദോഷം പുറത്തു കിട്ടാനും നമ്മളെ മുഅ്മിനീങ്ങളായി മരിപ്പിക്കാനും അല്ലാഹുവിനോട് എപ്പോഴും നാം പ്രാർത്ഥിക്കണം. കാരണം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഖാത്തിമത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഉണ്ടാവുക. അത് നമ്മൾക്കെല്ലാം മരിക്കണം. മരിക്കാതെ ഒരൊറ്റ മനുഷ്യരെ ബാക്കിയില്ല. ആ സമയത്ത്, മരിക്കുന്ന സമയത്ത് ശരിയായ തൗഹീദ് ഈമാൻ നമ്മുടെ കൽബിൽ പ്രകാശിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തോട് യാത്ര പറയണം. അത് തൗഫീഖ് തരുന്നത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ആഖിബത്ത് വരെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. ഇതാണ് എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്. ഇത് സ്വലാത്ത് നഗർ, എന്താ ഈ നഗർ സ്വലാത്ത് നഗർ എന്നായി തീർന്നത്? ആരും പേര് വെച്ചതൊന്നുമല്ല ആദ്യം, പിന്നതങ്ങനെ ആയി വന്നതാണ്. കാരണം ആയിരക്കണക്കായ സ്വലാത്ത്, ലക്ഷക്കണക്കായ സ്വലാത്ത് ഈ മജ്‌ലിസിൽ വെച്ച് കൊല്ലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞാൻ എത്രയാണ് തങ്ങളെ മേലെ സ്വലാത്ത് ചെല്ലാൻ എൻ്റെ സമയം ഉപയോഗിക്കേണ്ടത്? അല്ലാഹുവിൻ്റെ പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയുന്നത് ചെല്ലിക്കണം, നീ ഉദ്ദേശിച്ച പോലെ ചെല്ലിക്കണം. അപ്പോൾ ആ സഹാബി വെച്ചു, എൻ്റെ ഫർളായ അമലുകൾ കഴിച്ച് ബാക്കിയുള്ള സമയത്തിൻ്റെ പകുതി സമയം ഞാൻ തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് സ്ഥിതി? അപ്പോൾ അല്ലാഹുവിനോട് പറഞ്ഞു, അതിനേക്കാളും അധികം നിനക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ അത് എനിക്ക് ഖൈറാണ്. പിന്നെ ആ സഹാബിയായിരുന്നു 4 ഭാഗം സമയം ഞാൻ സ്വലാത്ത് ചെല്ലാൻ ഉപയോഗിച്ചാൽ എന്താണ്? അപ്പോൾ പോയത് എൻ്റെ എല്ലാ സമയവും
തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഫർളായ അമലുകൾ കഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയവും തങ്ങളോട് സ്വലാത്ത് ചെല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, അന്ന് നിനക്ക് ഖൈറാണ്, തന്നെ അള്ളാഹു രക്ഷപ്പെടും. സ്വലാത്തിൻ്റെ പേരിലാണ് അമാലുന ബൈനൽ ഖബൂലി വറദ്ദി. നമ്മുടെ എല്ലാ അമലുകളും അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ അതിൻ്റെ ഇടയിലുള്ള തർദ്ദുതാണ്. അമാലുന ബൈനൽ ഖബൂലി വറദ്ദി. ഖബൂലിൻ്റെയും റദ്ദിൻ്റെയും ഇടയിലാണ് ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സ്വലാത്ത് ഒഴികെ. അതുകൊണ്ട് അദിബി സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്തിനെ നീ ദായിമയാക്കിക്കോ. ഫഇന്നഹാ മഖ്ബൂലത്തുൻ ബിഗൈരി തറദ്ദുദി. യാതൊരു സംശയമില്ലാത്ത വിധം ആ സ്വലാത്ത് സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ 5 വക്ത നിസ്കാരവും അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരവും ദുഹായും തഹജ്ജുദും ഫിത്റും തറാവിയും ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം ബാക്കിയുള്ള സമയം മുഴുവനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാനാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അത്രയും വലിയ അമലാണ് സ്വലാത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ശരിക്ക് പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് പഠിക്കാൻ ശരിക്കുന്നതിനാൽ അതിൻ്റെ അപ്പുറത്തൊന്നും നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹിൻ്റെ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, റസൂലുള്ളാഹിൻ്റെ ഹഖീഖത്ത് പഠിക്കാൻ നമ്മൾക്ക് കഴിവില്ല. നമ്മൾ അതിനൊക്കെ എത്രയോ ഇപ്പുറത്താണ് ഉള്ളത്. എന്നാലും കഴിവിൻ്റെ പരമാവധി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. അതനുസരിച്ച് നമ്മുടെ മഹബത്ത് ഹൃദയത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് മരിക്കുന്ന സമയത്ത് സ്വലാത്തോടു കൂടി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തോടു കൂടി മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകമായി എൻ്റെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വ്യക്തി മദീനയിലെ പള്ളിയിൽ വന്നിട്ട് പെട്ടെന്ന് രണ്ട് കരുക്കേറ്റ് മുമ്പിൽ പോവുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തഅജൽതയാ ഫുലാൻ, നീ കുറച്ച് ധൃതി കാണിച്ച് നിൻ്റെ ദുആയിലും നിക്കാത്തിലുമൊക്കെ. എന്നാൽ നീ ദുആ ചെയ്യുമ്പോൾ സ്വല്ലി അലയ്യ, എൻ്റെ മേൽ ആദ്യമായി സ്വലാത്ത് ചെല്ലണം. സുമ്മ ദുഉ മാ ശിഅ്ത, പിന്നെ നിനക്ക് ഉദ്ദേശമൊക്കെ നീ ദുആ ചെയ്തോ. സുമ്മ സല്ലിം അലയ്യ, പിന്നെ എൻ്റെ മേൽ അവസാനവും സ്വലാത്ത് ചെല്ലണം എന്ന് പഠിപ്പിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കിബറോ മഹത്വം പറയലോ ഒന്നുമല്ല. അള്ളാഹു കൽപ്പിച്ചത് പഠിപ്പിച്ചെടുക്കുക. അള്ളാഹു തആല കൽപ്പിച്ചത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു സഹാബി നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ വിളിച്ചു. സഹാബി പോയില്ല. ഞാൻ നിസ്കാരത്തിലാണല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതി ആ വിളിക്ക് ആ സമയത്ത് ഉത്തരം ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടി വന്ന് നബിയെ, ഞാൻ
നിസ്കാരത്തിലായിരുന്നു തങ്ങൾ വിളിച്ചപ്പെടും. അതുകൊണ്ടാണ് ഞാൻ വരാതെ ഇരുന്നത് എന്ന്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, അലം തഅലം അന്നല്ലാഹ യഖൂലു യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഈ ആയത്ത് നിനക്കറിയില്ലേ? ഈ ആയത്തിൽ അള്ളാഹു എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി, അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യണം. ഇതാ ദഅാകും, അവിടെ പിന്നെ ഇതാ ദഅയാ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനും റസൂലും വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ ദഅാകും, ആ റസൂലുള്ള നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം ചെയ്തു കൊള്ളണം എന്ന് ആയത്ത് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെയും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഉലമാ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് സംസാരിച്ചു പോയാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലും വിളിക്ക് ഉത്തരം ചെയ്ത് നടന്നു പോയാൽ നിസ്കാരം ബാത്തിലാകൂല. സാധാരണ 3 അനക്കം തുടർച്ചയായി ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. ഇവിടെ റസൂലുള്ളാഹിന്റെ വിളി കേട്ടിട്ട് പോകുന്നതിൻ്റെ പേരിൽ എത്ര അനക്കമുണ്ടായാലും എത്ര ഇളക്കമുണ്ടായാലും നിസ്കാരം ബാത്തിലാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം ചെയ്യണം. അത് എപ്പോഴായാലും, നിസ്കാരത്തിലായാലും ഹജ്ജിലായാലും ഉംറയിലായാലും ഏത് സമയത്തായാലും അള്ളാഹുവിൻ്റെ റസൂലിന് നാം ഉത്തരം ചെയ്യൽ വാജിബാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് അത് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കറിയോ, സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, ആദ്യത്തെ ഘട്ടമാണ് ഖബർ. അൽ ഖബർ, ഖബറാണ് മഹ്ശറയിലേക്ക് പോകുന്നതിൽ ഒന്നാമത്തെ ഘട്ടം. ഏത് വലിയ രാജാവായാലും പണ്ഡിതനായാലും വലിയായാലും നബിയായാലും അവനെ ഖബറിൽ വെച്ച് മൂടുകയാണ്. അപ്പം ആദ്യത്തെ ഘട്ടം ഖബറാണ്. ആ ഖബറിൽ ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ആ ഖബറിൽ വെച്ച് രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളതെല്ലാം എളുപ്പമാണ്. അപ്പോൾ ഈ ഖബറിൽ 2 മലക്ക് വന്നിട്ട്, മുൻകർ നക്കീർ എന്ന ഈ 2 മലക്ക് വന്ന് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ ചില ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അട്ടഹാസിക്കുന്നു. മറ്റു ചില ആളുകൾ ചെറിയ തോതിലുള്ള മറുപടിയൊക്കെ പറയുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവന് മലക്കുകൾ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മാ ഇൽമുക ബിഹാദാ റജുലി, ഈ ആളാണെന്ന് നിനക്ക് അറിയാമോ, നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്വലാത്ത് ചെയ്യുകയും ചെയ്ത ആളുകളല്ലാത്തവർ ആഹ് ആഹ് ലാ അദ്രി എന്ന് പറയും. ആഹ് ആഹ് ടാട്ടാത്തിട്ട് ലാ അദ്രി, എനിക്കത് അറിയില്ല എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അല്ലാത്ത യഥാർത്ഥ മനുഷ്യൻ, സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ പറയുന്നു, ആദാ റസൂലുള്ളാഹി, ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ജാഅനാ ബികിതാബില്ലാഹി ഫആമന്നാ ബിഹി വസദ്ദഖനാ. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ഉറപ്പിച്ച് വിശ്വസിച്ച് മുഅ്മിനായി എന്ന് പറയുമ്പോൾ മലക്കുകൾ ഇവരോട് പറയും, നൗമത്തൽ അറവ്, ഇനി നിന്നോട് എനിക്ക് ചോദിക്കാനില്ല, ഞങ്ങൾക്ക് ചോദിക്കാനില്ല. ഈ ചോദ്യം അവസാനിക്കുകയാണ്. ഈ ഖബറിൽ
നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് ആ മയ്യത്തിനോട് മലക്കുകൾ പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ കാണുന്ന സമയത്ത് റസൂലുള്ളാഹ് ആണ് അത് എന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ, നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നാം റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിന്റെ പതിവ് പറയണം, റസൂലുള്ളാഹിനെ പ്രശംസിക്കണം, മൗലിദ് ഓതണം, എല്ലാം ചെയ്യണം. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് പറയുന്ന മൗലിദുകളും സദസ്സുകളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ മൗലിദ് വെച്ചിക്കണം, സഹാബത്ത് മൗലിദ് വെച്ചിക്കണം, താബീങ്ങൾ മൗലിദ് വെച്ചിക്കണം എന്നിങ്ങനെ മുട്ടുചോദ്യം ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ മദ്ഹ് പറയുന്നതും പ്രശംസിക്കുന്നതും ഒന്നും ഇല്ലാതെയാക്കി അങ്ങേയറ്റത്തെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞത് ഇന്നല്ലദീന അല്ലാഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാതെ നബി തങ്ങളെപ്പറ്റി എന്തെങ്കിലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുന്ന് കൊണ്ടുവന്ന ഖുർആൻ ഇത് രണ്ടും ശരിയായ തരത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത ആളുകൾ അല്ലാഹു തആല പറയുന്നു ഉലൈക യൽഅൻഹുമുല്ലാഹു വയൽഅൻഹുമുൽ ലായിനൂൻ. അല്ലാഹു തആലയും അല്ലാഹുവിൻ്റെ ലക്ഷക്കണക്കിന് ഇവനെ ലാനത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹിന്റെ പതിവ് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും റസൂലുള്ളാഹിനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ലാനത്ത് ഉണ്ട്, മലായിക്കത്തിൻ്റെ ലാനത്തുണ്ട്, മുഅ്മിനീങ്ങളുടെ ലാനത്തുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിന് തൗബയില്ലേ? ഏത് തെറ്റിനും തോപുണ്ടല്ലോ, ശിർക്കല്ലാത്ത ഏത് തെറ്റിനും തോപുണ്ട്. അപ്പോൾ ഇവരുടെ തോപല്ലേ? അല്ലാഹു പറയുന്നു ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു. തോപ ചെയ്ത് നിബന്ധനക്കേടും പിന്നെ വഅസ്ലഹു അവർ കേടുവരുത്തിയതെല്ലാം നന്നാക്കി. എന്താ കേടുവരുത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഈമാൻ ഫസാദാക്കി കേടുവരുത്തിയത് അവൻ തിരുത്തി പറഞ്ഞ് അത് നന്നാക്കണം. അപ്പോൾ ബയ്യനും റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ വെളിവാക്കി കൊടുക്കുകയും ചെയ്താൽ ഫഅതൂബു അലൈഹിം, ഞാൻ അവരുടെ മേലെ തൗബയെ സ്വീകരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളും ഞാനും മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ റസൂലിനെ ശരിക്ക് പഠിക്കണം. അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ എന്താണ് എന്നതിന് ഉലമാക്കൾ നമ്മൾ പഠിപ്പിച്ചത് എന്താ? അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊണ്ടുവന്നത് എല്ലാം വിശ്വസിക്കുക, അതാണ് ഈമാൻ. അപ്പോൾ റസൂലുള്ളാഹി കൊണ്ടുവന്നതൊക്കെ വിശ്വസിക്കും. ആ റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതിൻ്റെ ഒരു ഭാഗമാണ് സ്വലാത്ത്. അതുകൊണ്ട് എല്ലാവരും ഒരു സ്വലാത്തില്ല, ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ
صل على سيدنا محمد اللهم صل على سيدنا محمد صل على سيدنا وعلى آله وصحبه وسلم ഈ തലാത്തിൽ കേട്ടോ റസൂലുള്ളാഹിന്റെ മേലും തലാത്തുണ്ട് ആലി എന്ന് പറയുമ്പോൾ ആലിൻ്റെ മേലും തലാത്തുണ്ട്. അതിന് പുറമെ സ്വലാത്ത് മാത്രമല്ല സ്വലാത്തും സലാമും വേണം. അതുകൊണ്ട് മുസ്ലിം എന്ന് അവസാനം പറയുമ്പോൾ സലാമും ഉൾക്കൊണ്ട് അങ്ങനെ ആലിനെയും സ്വഹാബത്തെയും ഉൾപ്പെടുത്തി സ്വലാത്തും സലാമും ഒരുമിച്ച് കൂട്ടിയ ഈ സ്വലാത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ധാരാളമായി ചെല്ലാറുണ്ടായിരുന്നു. വലിയ സാഹിബുൽ കറാമാത്തായ റുക്നുദ്ദീൻ ഫിർദൗസി റളിയല്ലാഹു അൻഹു ഈ സ്വലാത്ത് ധാരാളം പതിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ജനങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലണം. അപ്പോൾ പഠിച്ചില്ലേ, കാണാണ്ട് പഠിച്ചില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്തും സലാമും 100 പ്രാവശ്യം എല്ലാം ആകെ 75 മിനിറ്റ് ഉണ്ടായാൽ മതി. മെല്ലെ സമാധാനത്തിൽ ചെയ്യാൻ. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ചെല്ലണ്ട. ഒരു ദിവസം 24 മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങൾ ചെല്ലിയാൽ മതി. എന്നാൽ തീർച്ചയായും നമുക്ക് ഇൻഷാ അല്ലാഹ് ഖബറിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ കാണുന്ന സമയത്ത് റസൂലാണെന്ന് മനസ്സിലാവുകയും ഖബറിലെ ചോദ്യം നിർത്തിക്കളയുകയും ചെയ്യുന്ന ആ മഹത്തായ സ്ഥാനം നമുക്ക് ലഭിക്കും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഞാനും നിങ്ങളും നേടിയെടുത്തുള്ള ഫളീലത്ത് ശ്രേഷ്ഠത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണം. 5 വഖത്ത് നിസ്കാരം ഒരൊറ്റ കുട്ടിയും ഖളാ ആക്കാൻ പാടില്ല. നിസ്കാരം അസ്സലാത്തു വസ്ലത്തും ബൈനൽ അബ്ദി വറബ്ബിഹി, റബ്ബിൻ്റെയും ഇടയ്ക്കുള്ള ചേർത്തി ചേർത്തതാണ് നിസ്കാരം. അതുകൊണ്ട് എൻ്റെ കരുണൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട് കുട്ടികളോട് എല്ലാം ഞാൻ പ്രത്യേകമായി ഉപദേശിക്കുന്നു. നിങ്ങൾ സലാത്ത് നഗറിൽ വന്നാൽ മാത്രം പോരാ, കൃത്യമായി നിസ്കരിക്കണം. റസൂലുള്ളാഹിന്റെ മേലെ സലാത്ത് ചെല്ലുകയും ദിക്റുകളും തസ്ബീഹുകളും കഴിവിൻ്റെ പരമാവധി സുന്നത്ത് നിസ്കാരവും ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ലവരായി തീരാൻ ഉത്സാഹിക്കണമെന്ന് എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് എല്ലാവർക്കും നമ്മുടെ മശായിഖന്മാർ ഇജാസത്ത് പോലെ എല്ലാ ആളുകൾക്കും ഈ സ്വലാത്തിൻ്റെ ഇജാസത്ത് തന്നിരിക്കുന്നു. എല്ലാം സ്വീകരിച്ചില്ല കേട്ടോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്ത സദസ്സാക്കണേ അല്ലാഹ്. സ്വലാത്ത് ധാരാളമായി ചെല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിത്തരണം അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ നടത്തുന്ന ഈ മഅദിൻ എന്ന സ്ഥാപനം, ഇതിനെ എല്ലാവരും സഹായിക്കാൻ ജനങ്ങളുടെ മനസ്ഥിതി ഉണ്ടാവട്ടെ എന്നുകൂടി ഞാൻ പ്രത്യേകമായി ദുആ ചെയ്ത് നിർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവരും ഈമാനും
തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി ഇപ്പോൾ പറഞ്ഞതിന് ബാക്കി പെരുന്നാളിൻ്റെ അന്ന് ഞായറാഴ്ച പള്ളിയിൽ വെച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സാധിക്കാതുള്ളത്? ഏതായാലും നമ്മുടെ ഈമാനിനെ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. എല്ലാ സയ്യിദന്മാരും ദുആ ചെയ്യണം, എല്ലാ മുതഅല്ലിമീങ്ങളും ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്ത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കുറ്റൂർ അബ്ദുറഹ്മാനാജി അദ്ദേഹം ഒരു ഓപ്പറേഷന് വിധേയമാക്കപ്പെട്ട് ഇപ്പോൾ വീട്ടിൽ കിടക്കുകയാണ്. അദ്ദേഹം വല്ലാത്ത സഹായിയാണ്. ആര് എന്ത് ചോദിച്ചാലും ഉള്ളത് കൊടുക്കുന്ന ഒരാളും ആലിമ്യങ്ങളെ വളരെയധികം പ്രിയം വെക്കുന്ന ആളുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ നിങ്ങൾ ദുആ ചെയ്യണം. എനിക്കും നമ്മുടെ നേതാക്കൾക്ക് എല്ലാവർക്കും നല്ല ആഫിയത്ത് കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നിങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ ഹാജിയുടെ എല്ലാ രോഗവും മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ റബ്ബെ ഈ സലാത്ത് നഗറുമായി ബന്ധപ്പെട്ടും മർക്കസുമായി ബന്ധപ്പെട്ടും മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ധാരാളം ഗുണം ചെയ്യുന്ന സാധുക്കളായ മോമിനികളുണ്ട്. അവരൊന്നും നീ വെറുതെ ആക്കല്ലേ അല്ലാഹ്. എല്ലാവർക്കും നീ ഈമാനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആമീൻ. എല്ലാവർക്കും നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. ആമീൻ. അർഹമർ റഹീമേ, ഈ വലിയ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന ഈ ദുആ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ആമീൻ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ് റബ്ബേ. നീയല്ല ഞങ്ങൾക്ക് പുറത്തു തരാൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും ഭാര്യ സന്താനങ്ങളുടെയും ഭാര്യമാരുടെയും ഞങ്ങൾക്ക് പുതിയാപ്പിളമാരുടെയും കുടുംബങ്ങളുടെയും ഞങ്ങളെ സഹായിച്ച എല്ലാ മോമിനിയങ്ങളുടെയും ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അടുത്ത റബ്ബേ, ഏത് ശക്തി ഇവിടെ മുസ്ലിം സമുദായത്തെ തുടച്ചു നീക്കാമെന്ന് ഉദ്ദേശിച്ചാലും അവർക്ക് അതിന് കഴിവ് കൊടുക്കല്ലേ അല്ലാഹ്. മുസ്ലിം സമുദായത്തിന് ഇസ്സത്തോടു കൂടി ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും ഈമാനും തഖ്വയും വർദ്ധിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ പെടുത്തിത്തരണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا وآله وصحبه أجمعين والحمد لله. ജാമിയ മഅദിൻ മുത്തവ്വൽ കുല്ലിയ ഓഫ് ഇസ്ലാമിക് സയൻസ് അധനി ബിരുദം 2022-24 അക്കാദമിക് വർഷത്തെ ആദ്യ 3 റാങ്കുകൾക്ക് അഭിനന്ദരായ സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകളുടെ മറ്റു മശായിഖന്മാരുടെ സാന്നിധ്യത്തിൽ കുല്ലിയ അവാർഡ് നൽകുന്നു. 1ാം സ്ഥാനം നേടിയിരിക്കുന്നു ഖാസിം മുഹമ്മദ് സലീം അദ്നി കോഴിക്കോട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 2ാം സ്ഥാനം ഇസ്ഹാഖ് അബൂബക്കർ അദ്നി എറണാകുളം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 3ാം സ്ഥാനം ആസിഫ് യൂസുഫ് മൊയ്നി അദ്നി കർണാടക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
സ്വലാത്ത് ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വലാത്താണ്. ഇൻഷാ അല്ലാ മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് നമുക്കറിയാമല്ലോ, ഇത്രയും സമയം സംസാരിച്ചത് എത്ര അല്പം സംസാരിക്കുമ്പോൾ പ്രയാസങ്ങൾ വരുന്നുണ്ട്. റബ്ബിനെ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ വലിയ നസീഹത്താണ് നൽകിയത്. അതെല്ലാവരും ജീവിതത്തിൽ പകർത്താൻ, പ്രത്യേകിച്ച് ആ സ്വലാത്ത് പതിവാക്കാൻ തീരുമാനിക്കുക. എല്ലാവരും അവിടെ തിരുന്ന് സ്വലാത്ത മജ്ലിസാണ് നമുക്ക് ഏറ്റവും വലുത്. സ്വലാത്ത് ചൊല്ലി ദുആ നടക്കുകയാണ്. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.